بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രകൃതി ദുരന്തങ്ങളും ഖുർആനിൻ്റെ മുന്നറിയിപ്പും എന്നൊരു ശീർഷകത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന എനിക്കും ശ്രവിക്കുന്ന നിങ്ങൾക്കും ഇവിടെ പറയപ്പെടുന്നതും ശ്രവിക്കപ്പെടുന്നതുമായ കാര്യങ്ങൾ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി ജീവിതം ഭാസുരമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രകൃതി ദുരന്തങ്ങൾ ഓരോന്നും മനുഷ്യന് പാഠമാണ്. എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ ഇനിയുമേറെ നേടാനുണ്ടെന്ന് മനസ്സിലാക്കി വിനയത്തോടെ ഭൂമിയിൽ ചുവടുവയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന പാഠമാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് പകർന്നു നൽകുന്നത്. ധാർമ്മികതയിൽ നിന്നും അകന്ന് അധാർമികതയിലൂടെ അപഥസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഒരു വേള തൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും ഇടപെടലുകളും കാരണമായിട്ടാണോ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്ന് മനുഷ്യരെ ആകമാനം നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ഒരു വേള ചിന്തിക്കുന്നതിന് പരിശുദ്ധ ഖുർആനിലെ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ അവരുടെ കാലത്തുണ്ടായിരുന്ന ഓരോ പ്രകൃതി ദുരന്തങ്ങളെയും അവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിക്കുകയും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളും വീഴ്ചകളും കണ്ടെത്തി അതിൽ നിന്നും അകന്ന് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം പ്രവിശാലമായ തൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ശക്തമായ ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പമുണ്ടായപ്പോൾ മഹാനായ ഉമർ അൽ ഫാറൂഖ് ഭരണാധികാരി, ഇന്നത്തെ നമ്മുടെ ഭരണാധികാരികൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഭാഗം സന്ദർശിക്കുന്നത് പോലെ സന്ദർശിച്ചു. കാര്യങ്ങൾ വിലയിരുത്തി പഠിച്ചു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അവിടെയുള്ള ജനതയോട് പറയുകയുണ്ടായി, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മാ കാനത് ഹാദിഹി സൽസലതു ഇല്ലാ ഇൻദ ശൈഇൻ ഹദസ്തുമൂഹു. ഇപ്പോൾ ഈ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രകൃതി ദുരന്തം, ഈ ഭൂകമ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നും പുതുതായി ഉണ്ടായ തെറ്റുകളുടെയും വീഴ്ചകളുടെയും പാപങ്ങളുടെയും പരിണിത ഫലമായിട്ടാണ് ഉണ്ടായത് എന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ കൂടിയ ജനങ്ങളോടും ആ നാട്ടുകാരോടും ഉപദേശിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് അതൊരു പടച്ച തമ്പുരാൻ്റെ കയ്യിലാണോ അവനെ സത്യം ചെയ്തുകൊണ്ട് സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഇൻ ആദത്ത്, ഇനി എങ്ങാനും നിങ്ങളുടെ പാപങ്ങൾ കാരണമായിട്ട് ഇങ്ങനെ ഒരു ഭൂകമ്പമുണ്ടായാൽ, ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ, ലാ ഉസാക്കിനുക്കും ഫീഹാ അബദ, നിങ്ങളുടെ നാട്ടിൽ ഞാനിനി താമസിക്കാനുണ്ടാകുകയില്ല. ഈ ഒരു നിലപാടിലേക്ക് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടെത്തിച്ചത്, ഒരു ഭരണാധികാരിയെ കൊണ്ടെത്തിച്ചത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിശുദ്ധമായ ഖുർആൻ നൽകുന്ന മുന്നറിയിപ്പ് ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ ശ്രദ്ധയോടുകൂടി ഈ പ്രഭാഷണം ശ്രവിക്കണമെന്ന് ആദ്യമേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് സഹോദരങ്ങളെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ മുന്നറിയിപ്പ്? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്, വജാഅ ഫിർഔന വമൻ ഖബലഹു വൽ മുത്തഫിഖാതു ബിൽ ഖാതിഅ ഫഅസൗ റസൂല റബ്ബിഹിം ഫഅഖദഹും അഖദത്തർ റാബിയ. ഫറോവയ്ക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ ജനങ്ങളും പ്രത്യേകിച്ച് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയും
ബിൽ ഖാത്തിഅ, വലിയ പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ ജീവിച്ചു കൊണ്ടിരുന്ന നാട്ടിൽ കൊണ്ടുവന്നു. ഫഅസൗ റസൂല റബ്ബിഹിം, ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവരുടെ റബ്ബിങ്കൽ നിന്നും നിയോഗിതനായ പ്രവാചകന്മാരുടെ കൽപ്പനകൾ, സാരോപദേശങ്ങൾ അവർ തള്ളിക്കളഞ്ഞു. അവർ ധിക്കാരികളായി ദൈവനിഷേധികളും പ്രവാചക വിരോധികളുമായി മാറി. അധാർമികതയിലൂടെ അവധസഞ്ചാരം നടത്തി. ഫഅസൗ റസൂല റബ്ബിഹിം ഫഅഖദഹും അഖദത്തർ റാബിയ, അത് കാരണമായി അവരെയൊക്കെ ശക്തമായ ദുരന്തങ്ങളിലൂടെ അള്ളാഹു പിടികൂടി ശിക്ഷിക്കുകയുണ്ടായി, നശിപ്പിക്കുകയുണ്ടായി. സൂറത്തുൽ ഹാഖയുടെ തുടക്കത്തിലുള്ള പരിശുദ്ധമായ വചനങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയത്. എന്തായിരുന്നു അവരുടെ ദുരന്തങ്ങൾ നമുക്കറിയാമെങ്കിലും ഒന്നും കൂടി നമ്മൾ നന്നാകുന്നതിന് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മളുടെ സംസാരങ്ങളിൽ, നമ്മുടെ ജീവിത ശൈലികളിൽ നാം ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ അധാർമികതയുണ്ടോ, പടച്ചതമ്പുരാന് നിരക്കാത്തതുണ്ടോ എന്നൊരു വേള ചിന്തിക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആ ചരിത്ര സംഭവങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒന്നാമതായി ഖൗമു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയാണ്. 950-ലധികം വർഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ ഉപദേശിച്ചു. അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നതിനുള്ള സാരോപദേശങ്ങൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് നടത്തി. എന്നാലോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരെന്ത് ചെയ്തു? കളവാക്കി. ഫകദ്ദബൂഹു ഫഖാലു, അവർ കളവാക്കിയെന്നു മാത്രമല്ല, അവർ ഇങ്ങനെ പറഞ്ഞു, മജ്നൂനുൻ വസ്ദുജുർ, അദ്ദേഹം ചിത്തഭ്രമം ബാധിച്ച, ഭ്രാന്ത് ബാധിച്ച മനുഷ്യനാണ്. സാധാരണ നമ്മളും പലപ്പോഴും പറയാറുള്ളതാണ്, അവന് വട്ടാണ്, അവന് കിറുക്കാണ് എന്ന്. ഇതേ രീതി നിലപാട് തന്നെ അവർ സ്വീകരിച്ചു. നാളേറെ കഴിഞ്ഞുപോയി. പടച്ചതമ്പുരാനോട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ജനതയിന് നന്നാകുകയില്ല എന്ന് ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ദുആയിരുന്നു. ഫദആ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫന്തസിർ, അല്ലാഹുവേ, ഈ ജനതയിൽ ഞാൻ ആവുന്നോണം പണിയെടുത്തു, പക്ഷേ അവർ എന്നെ അനുസരിക്കുന്നില്ല. അനുസരണക്കേടിൻ്റെ അപ്പോസ്തലന്മാരായി മാറിയിരിക്കുന്ന ഈ ജനതയെ നീ പാഠം പഠിപ്പിക്കുകയും എനിക്ക് നീ ശിക്ഷ നൽകുകയും, എനിക്ക് നീ രക്ഷ നൽകുകയും അവർക്ക് നീ ശിക്ഷ നൽകുകയും ചെയ്യണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന പടച്ചതമ്പുരാൻ സ്വീകരിച്ചു. പിന്നെന്തുണ്ടായി? ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ വഫജ്ജർനൽ അർള ഉയൂനം ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ, ആകാശത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു അങ്ങോട്ട് തുറന്നു. വലിയ വലിയ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കുന്നതിന് സമാനമായിട്ട് ആകാശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജലനിർഭരമായ മേഘങ്ങളെ ഒതുക്കി നിർത്തിയിരിക്കുന്നു. ആ മേഘങ്ങളുടെ ഷട്ടറുകൾ അല്ലാഹു തുറക്കുകയാണ്. മേഘവിസ്ഫോടനം എന്ന് ആധുനിക യുഗത്തിൽ നമ്മൾ പറയുന്ന 200 മില്ലിമീറ്ററിനേക്കാൾ കൂടുതൽ മഴ ഒരു പ്രദേശത്തുണ്ടായി കഴിഞ്ഞാൽ അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന, അത് മേഘവിസ്ഫോടന മഴയ്ക്ക് കാരണമായി തീരുമെന്ന് മുൻസൂചന നൽകുന്ന, ആധുനിക സയൻസിൻ്റെ ടെക്നോളജിയുടെ എല്ലാ അറിവുകളും നേടിയെടുത്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയുടെ മേൽ ഇറാഖിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് മേഘവിസ്ഫോടനം നടത്തിയെന്ന് പരിശുദ്ധമായ ഖുർആൻ. വഫജ്ജർനൽ അർള ഉയൂനാ, ആകാശത്ത് നിന്നും അല്ലാഹു ഷട്ടറുകൾ തുറന്നു വിട്ടു എന്ന് മാത്രമല്ല, ഭൂമിയിൽ അവിടെ ഇവിടെയായിട്ട് അല്ലാഹു ജലപ്രളയങ്ങൾ ഉണ്ടാക്കി. ഏതുപോലെ തിങ്കളാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നവരാണ്, ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി മോഹങ്ങളോടുകൂടി ഉറങ്ങാൻ കിടന്ന മുണ്ടക്കൈ നിവാസികള്, ചൂരുമല പ്രദേശത്തുള്ള നിവാസികള്, അവരൊന്നും വിചാരിച്ചില്ല അടുത്ത പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഉണർന്നെഴുന്നേൽക്കാൻ സാധിക്കുകയില്ല എന്ന്. എല്ലാം തകർന്നു പോകുമെന്ന് ഒരു നിമിഷം കൊണ്ട്
1 മണിക്കൂർ കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി പോകുമെന്ന് ഒരിക്കലും അവരാരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ കിടന്നുറങ്ങിയ അവർക്ക് നിമിഷ നേരം കൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം പ്രതികൂലമായി വന്നപ്പോ എല്ലാം നശിച്ചു പോയില്ലേ സഹോദരങ്ങളെ? വെറും തരിശു ഭൂമിയായില്ലേ? ഇന്നലെ അവിടെ ആരും തന്നെ ജീവിക്കാത്ത രീതിയിലുള്ളൊരവസ്ഥ അവിടെ സംജാതമായെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാഖിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയുടെ മേല് ആകാശത്തു നിന്നും മേഘവിസ്ഫോടനം നടത്തുകയുണ്ടായി. അതോടൊപ്പം ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും ഉറവകൾ അങ്ങോട്ട് പൊട്ടിയൊഴുകാൻ തുടങ്ങി. എല്ലാ ഭാഗങ്ങളിലും നദി. അവിടെയാണെങ്കിൽ ചൂരുമലയിൽ നിന്ന് പുഞ്ചിരിവട്ടത്തു നിന്നും ഉണ്ടായ ഉരുൾപൊട്ടൽ താഴോട്ട് വെള്ളമായി കുതിച്ചു പാഞ്ഞപ്പോൾ, പാറയായി ഒഴുകിയെത്തിയപ്പോൾ സഹോദരങ്ങളെ, നിമിഷ നേരം കൊണ്ട് എല്ലാം തകർന്നു തരിപ്പണമാകുന്ന രീതിയിൽ 2 നദികളായിട്ടത് മാറിക്കൊണ്ട് ഒഴുകി 54 കിലോമീറ്റർ അകലെ വരെ മയ്യത്തുകൾ നിമിഷ നേരം കൊണ്ടെത്തുന്ന രീതിയിൽ ചാലിയാറിൻ്റെ കരകളിൽ മയ്യത്തുകൾ കുമിഞ്ഞുകൂടുന്ന രംഗമുണ്ടായി. എങ്കിൽ എല്ലാ ഭാഗങ്ങളിലും, ഇറാഖിൻ്റെ ഭൂപ്രദേശങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും നദികൾ അങ്ങോട്ട് കുത്തി ഒഴുകാൻ തുടങ്ങി. എന്തായിരിക്കും അവസ്ഥ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും തുച്ഛമായ സത്യവിശ്വാസികൾക്കും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർക്കും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം രക്ഷപ്പെടുത്താൻ അള്ളാഹു തീരുമാനിച്ച മറ്റ് ജീവജാലങ്ങൾക്കും മാത്രം അന്നുണ്ടാക്കിയ കപ്പലിൽ അള്ളാഹു രക്ഷ നൽകി. ചരിത്രം വിശാലമാണ്, ഞാൻ അങ്ങോട്ട് കൂടുതലായിട്ട് കടക്കുന്നില്ല. ഇത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവ ചരിത്രമാണ്. എങ്കിൽ അള്ളാഹു പറയുന്നത് വമൻ ഖബലഹും, ഫറോവയ്ക്ക് മുമ്പുണ്ടായിരുന്ന ജനതകൾ വേറെ പലതുമുണ്ട്. അതിൽ അടുത്ത ജനതയാണ് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയാകുന്ന ആദ് സമൂഹം. ഇന്നത്തെ സൗദി അറേബ്യയിൽ ഹിജർ എന്ന് പറയുന്ന പ്രദേശത്ത് വിശാലമായ ഭൂപ്രകൃതിയിൽ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ആദ് സമുദായം. ആ ആദ് സമുദായത്തിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ച് സഹോദരന്മാരെ, ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, ഖുർആനിൻ്റെ വിവരണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, അന്നത്തെ മനുഷ്യരുടെ കൈ ഉപയോഗിച്ച് മുഴങ്കൈ കൊണ്ടളന്നു നോക്കിയാൽ 60 മുഴമുണ്ടായിരുന്ന ജനങ്ങളായിരുന്നു എന്ന. അങ്ങനെയുള്ള ജനങ്ങൾ അവർ ശക്തന്മാരായിരുന്നു. വകാനു അശദ്ദ മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തന്മാർ ആരാണ് എന്ന് അവരഭിമാനത്തോടുകൂടി വീരവാദം മുഴക്കിക്കൊണ്ട് പലപ്പോഴും ജനങ്ങളോട് സംസാരിച്ചിരുന്നു. ആ ജനതയെ നന്നാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനാണ് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് നിരന്തരമായി പടച്ച തമ്പുരാന്റെ തൗഹീദിനെ കുറിച്ച് അവർക്ക് പ്രബോധനം നൽകി. കുറെ ആളുകൾ വിശ്വാസികളായി, അധിക പേരും എന്നാൽ അവിശ്വാസികളായി മാറി, പ്രവാചക വിരോധികളായി മാറി, ദൈവനിഷേധികളായി മാറി, ധിക്കാരികളായി മാറി. അങ്ങനെ വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസികളായ ആൾക്കാരെ കൂടുതൽ ദ്രോഹിക്കാൻ ഈ അവിശ്വാസികൾ തയ്യാറായപ്പോൾ, പ്രകൃതിയെ വല്ലാതെ അവർ ചൂഷണം ചെയ്യാൻ തയ്യാറായപ്പോൾ, മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബിയുടെ ജനതയുടെ സംഭവം വിവരിച്ചുകൊണ്ട് അവർക്ക് താക്കീത് നൽകി. പക്ഷേ അപ്പോഴും അവർ അതിജീവനത്തിൻ്റെ മാർഗങ്ങളും ടെക്നോളജികളും അവലംബിക്കാൻ തുടങ്ങി. സത്യത്തിലേക്ക് തിരിച്ചുപോക്ക് നടത്താനല്ല തയ്യാറാകുന്നത്. ഇനി എങ്ങാനും ഒരു സുനാമി ഉണ്ടായാൽ, ഇനി എങ്ങാനും ഒരു ജലപ്രളയം ഉണ്ടായാൽ എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയായി അതിനുള്ള അറിവുകൾ അവർ കണ്ടെത്തി. അങ്ങനെ ആധുനിക ടെക്നോളജിയെയും കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഏറ്റവും വലിയ ടെക്നോളജി അന്നത്തെ ആദ് സമുദായം നടപ്പിലാക്കി. എന്തായിരുന്നു നടപ്പിലാക്കിയത്? ഇറമദാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഇത്രയും വലിപ്പമുള്ള അതികായന്മാരായ മനുഷ്യരെ ഭൂമുഖത്ത് അല്ലാഹു വേറെ പടച്ചിട്ടില്ല എന്നതിൻ്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്ന ആ ജനതയെ അറിയപ്പെടുന്നത് ഇറമദാത്തിൽ ഇമാദ്, സ്തൂപങ്ങൾ ഉടയവർ എന്നാണ്. അവർ രക്ഷയ്ക്ക് വേണ്ടി ഇനി ജലപ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങളുടെ വീടുകളിലേക്ക് ആ ജലപ്രളയം അടിച്ചു കയറിക്കൊണ്ട് തങ്ങളെ മുക്കിക്കൊല്ലരുത് എന്നുള്ള ആ തീരുമാനത്തോടുകൂടി അവർ വലിയ വലിയ പ്രദേശങ്ങൾ, ഉയർന്ന പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ വലിയ സ്തൂപങ്ങൾ പോലെയുള്ള വീടുകൾ. ഒരു കാലഘട്ടത്തിൽ ഉത്തരേന്ത്യൻ ജില്ലകളിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ഭൂകമ്പത്തെ അതിജീവിക്കാനുള്ള ടെക്നോളജി ആധുനിക സയൻസ് കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഭൂകമ്പമുണ്ടായാലും ഭൂമിക്ക് കുലുക്കമുണ്ടായാലും വീടുകൾ തകരില്ല.
ആ രീതിയിൽ ഭൂകമ്പത്തെ അതിജീവിക്കുന്ന വീടുകൾ നിർമ്മിച്ചതായി നമുക്കറിയാം. എന്നാൽ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ജനതയോ ഇനി പ്രളയമുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രളയത്തെ അതിജീവിക്കാൻ പര്യാപ്തമായ വീടുകൾ, അതും ഉയർന്ന പ്രദേശങ്ങൾ കണ്ടെത്തി മലമുകൾ കണ്ടെത്തിക്കൊണ്ട് അവർ നിർമ്മിക്കുകയുണ്ടായി. അങ്ങനെ അതിൽ അവർ കഴിച്ചുകൂട്ടി. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയ്ക്ക് വീണ്ടും താക്കീത് നൽകി. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, സത്യം അവലംബിച്ച് ജീവിക്കുക, ധാർമ്മികതയിലൂടെ മുമ്പോട്ട് പോകുക, അധാർമികതയുടെ അബദ്ധസഞ്ചാരങ്ങൾ അവസാനിപ്പിക്കുക. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് പറഞ്ഞിട്ട് പക്ഷേ അവർ കേൾക്കാൻ തയ്യാറായില്ല. കാരണം അവർ പറഞ്ഞു, ശിക്ഷ വരുന്നെങ്കിൽ വന്നിട്ട് അതിനെ അതിജയിക്കാനുള്ള ടെക്നോളജി അറിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജനതയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹുവിന് ജലപ്രളയം വേണ്ടി വന്നില്ല, ഉരുൾപൊട്ടിക്കൽ ഉണ്ടാക്കേണ്ടി വന്നില്ല, ആകാശത്തു നിന്നും മേഘവിസ്ഫോടനം ഉണ്ടാക്കേണ്ടി വന്നില്ല, ഭൂമിയിൽ നിന്നും നദികളെ പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നില്ല. القوم فيها صرعا كأنهم أعجاز نخل خاوية. സൂറത്തുൽ ഖാഖയുടെ ആദ്യ ഭാഗത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സംഭവം വിവരിക്കുന്നത് അപ്പോൾ ആദ് സമുദായം ഫൗഹ്ലിക്കു അവരെ പറ്റ നശിപ്പിക്കപ്പെട്ടു, അവരെ പാടെ നശിപ്പിക്കപ്പെട്ടു. എങ്ങനെ? ബിരിഹിൻ സർസരിൻ ആതിയാ, തുടർച്ചയായി അടിച്ചു വീശിക്കൊണ്ടിരുന്ന ശക്തമായ കൊടുങ്കാറ്റിലൂടെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തരീക്ഷത്തിൽ ഈയാമ്പാറ്റകൾ പാറി പറന്നു പോകുന്നത് പോലെ പറപ്പിച്ചുകൊണ്ട് നിലത്തേക്ക് തത്ത് കൊന്ന് മരിച്ചു വീഴ്ത്തപ്പെട്ടു. പടച്ച തമ്പുരാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എത്ര ദിവസമാ ആ കൊടുങ്കാറ്റ് നീണ്ടു നിന്നത്? സഹോദരങ്ങളെ, 60 കിലോമീറ്റർ സ്പീഡിൽ കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞാൽ തന്നെ മനുഷ്യന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. അവൻ അതുവരെയും ഉണ്ടാക്കി മുഴുവനും തകർന്ന് തരിപ്പടമായി പോകുമെന്ന് ആധുനിക സയൻസ് നമ്മെ പഠിപ്പിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് 7 രാത്രികള്, 8 പകലുകള് നിരന്തരമായി കൊടുങ്കാറ്റ് അടിച്ചു വീശിക്കൊണ്ടിരുന്നു. അവരെല്ലാവരും ചത്തുമലന്നതാ ഭൂമിയിൽ വീണ് കിടക്കുന്നു. ആ ശവങ്ങൾ കണ്ടാൽ എങ്ങനെ തോന്നുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. കന്നഹും അജാസു നഖ്ലിൻ ഖാവിയാ, കടപിടുകി വീഴുന്ന വലിയ ഈന്തപ്പനമരങ്ങള് എങ്ങനെയാണോ നിലത്ത് കിടക്കുന്നത് അതുപോലെയായിരുന്നു അവരുടെ ജഡങ്ങൾ കിടന്നത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. കാരണം അവർ അത്രയും വലിയ മനുഷ്യരായിരുന്നു, അവർ അത്രയും വലിയ മനുഷ്യരായിരുന്നു. ഇന്ന് രക്ഷാപ്രവർത്തകർ ഈ മുണ്ടക്കൈ ഭാഗത്ത് പോയി, ചൂരൽമലയിലൊക്കെ പോയി, സൈന്യം ഉൾപ്പെടെയുള്ള എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്ന് ആ ദുരന്തത്തിൽ മരിച്ചു കിടക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സഹോദരങ്ങളെ, തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അബദ്ധങ്ങൾ, ഓരോരുത്തരുടെയും കണ്ണും മനസ്സും മരവിപ്പിച്ചു പോകുന്ന രീതിയിൽ രക്ഷാപ്രവർത്തകർ പറഞ്ഞ വർത്തമാനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്, ശ്രാവ്യ മാധ്യമങ്ങളിൽ കേട്ടതാണ്. സഹോദരങ്ങളെ, അത്യന്തം ഭീകരമായ അന്തരീക്ഷമാണ്, ഭീകരമായ അവസ്ഥയാണ് അവിടെ നമ്മൾ കേൾക്കുന്നത്. ഇത് ഇന്നത്തെ കൊച്ചു മനുഷ്യരുടെ ജഡങ്ങൾ അവിടെ അടിഞ്ഞുകൂടുമ്പോൾ കണ്ണില്ലാത്ത, കാലില്ലാത്ത, മൂക്കില്ലാത്ത, മുഖം കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാത്ത എത്രയെത്ര കുഞ്ഞുമക്കൾ ഉൾപ്പെടെയുള്ള ജഡങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നഷ്ടപ്പെട്ടു പോയ ജനങ്ങളുടെ എല്ലാം കുടുംബത്തിന് ആശ്വാസം നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ആരും അഹങ്കരിക്കരുത്. എപ്പോഴും പടച്ച തമ്പുരാന്റെ തീരുമാനം പ്രതികൂലമായിട്ട് വരാം. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ മുൻഗാമികൾക്കുണ്ടായ ദുര്യോഗത്തെ സംബന്ധിച്ചും ദുരന്തങ്ങളെ സംബന്ധിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ട് താക്കീതിൻ്റെ രീതിയിൽ പ്രതിപാദിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ആ ജനതയെ അള്ളാഹുവിനെ നശിപ്പിക്കുന്നതിന് സുനാമി വേണ്ടി വന്നില്ല, ജലപ്രളയം വേണ്ടി വന്നില്ല. ആ ജനതയെ പറ്റെ അള്ളാഹു നശിപ്പിച്ചു. വിശ്വാസികളെയും ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മാറി താമസിച്ചോളാൻ നേരത്തെ പറഞ്ഞു.
നൂഹ് നബിയോട് പറയപ്പെട്ടതുപോലെ അവർ മാറി താമസിച്ചു, അവശേഷിക്കുന്ന അവർ പിന്നെയും ഭൂമിയിൽ ജീവിച്ചു. വിശാലമായ സംഭവ ചരിത്രങ്ങളാണ്. മൂന്നാമതുണ്ടായ ജനതയാരാണ്? സമൂദ് ഗോത്രക്കാർ, മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത. ഈ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത എവിടെയാണ് താമസിച്ചത്? മദീനയിൽ നിന്നും നിങ്ങൾക്ക് തബൂക്കിലേക്ക് പോകുമ്പോൾ കാണാം, 320 കിലോമീറ്റർ കഴിയുമ്പോൾ അൽ ഉല എന്ന് പറയുന്ന പ്രദേശം. എന്നും ആ ജനതയുടെ അവശിഷ്ടങ്ങൾ അവിടെ ബാക്കിയായി നിലനിൽപ്പുണ്ട്. സഹോദരങ്ങളെ, അൽ ഉല എന്ന് പറയുന്ന വിശാലമായ ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്ന ജനതയായിരുന്നു സമൂദ് ഗോത്രക്കാർ. അവരിലേക്ക് അല്ലാഹു തൗഹീദിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്താൻ നിയോഗിച്ച പ്രവാചകനായിരുന്നു മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നിരന്തരമുള്ള പ്രബോധനങ്ങളിലൂടെ അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പരമാവധി സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നോടൊപ്പമുള്ള സത്യവിശ്വാസികളും ശ്രമിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ധിക്കാരികളായി മാറിയ അവര് അനുസരണക്കേട് കാണിച്ചു. ഫഅസൗ റസൂല റബ്ബിഹിം, അവർ റബ്ബിനോട്, റബ്ബിൻ്റെ ദൂതന്മാരോട് അവർ അനുസരണക്കേട് കാണിച്ചു. താക്കീതായിട്ട് സമൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമരോട് സംസാരിച്ചു. അവസാനം അവർ പറഞ്ഞു, താങ്കൾ പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ചില ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണം. എന്തായിരുന്നു അവരുടെ ജീവിത രീതി എന്നറിയുമോ? സുനാമി ഉണ്ടായാലും ആദ്യ സമുദായത്തിനുണ്ടായ കൊടുങ്കാറ്റുണ്ടായാലും അത് ഞങ്ങളെ ബാധിക്കാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള പുതിയ ടെക്നോളജി ആയിരുന്നു അവർ കണ്ടെത്തിയിരുന്നത്. എന്തായിരുന്നു ആ ടെക്നോളജി? വലിയ വലിയ പാറകൾ കണ്ടെത്തും, എന്നിട്ട് ആ പാറകളെ ഡ്രില്ലിങ് ചെയ്തുകൊണ്ട് അതിനെ തുരന്നുകൊണ്ട് അതിൻ്റെ അകത്ത് വീടുണ്ടാക്കും. ഒരു ഡൈനിങ് ഹാള്, കിടക്കാൻ റൂം, അതുപോലെ തന്നെ ലിവിങ് റൂം, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനത്തോടും കൂടി അവരുണ്ടാക്കിയ ആ റൂമുകളിൽ ആ പാറകൾ തുറന്നുണ്ടാക്കിയ വീടുകളുടെ അവശിഷ്ടങ്ങൾ അൽ ഉല പ്രദേശത്ത് ഇന്നും പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ടൂറിസ്റ്റുകളെല്ലാം പോയി കാണുന്നുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം? ഇനി ഒരിക്കലും തങ്ങളെ പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കാൻ പാടില്ല. ഈ സ്വാലിഹ് നബി പറയുന്ന റബ്ബ്, ആ റബ്ബിൻ്റെ ശിക്ഷ ഈ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പുതിയ ടെക്നോളജി ആയിരുന്നു അവർ കണ്ടെത്തിയത്. അങ്ങനെ പാറകൾ തുറന്ന് വീടുണ്ടാക്കി. അപ്പോഴോ വെള്ളം പാറയ്ക്കുള്ളിലോട്ടും കയറൂല, കൊടുങ്കാറ്റ് വന്നാൽ അതിനകത്തോട്ട് കയറത്തുമില്ല. ഈ രണ്ട് രീതിയിലുള്ള അതിജീവനത്തിൻ്റെ മാർഗങ്ങൾ അവരെന്ത് ചെയ്തു? തയ്യാറാക്കി ഒരുക്കിയും. സാലിഹ് നബിയോട് പറഞ്ഞു, ഈ വിശാലമായി കിടക്കുന്ന പറന്ന പാറയുണ്ടല്ലോ, ആ പറന്ന പാറ ഞങ്ങൾ വീട് വയ്ക്കാൻ ഉപയോഗിച്ചിട്ടില്ല. ആ പാറയിൽ നിന്നും ഒരു ഗർഭിണിയായ ഒട്ടകം പുറത്തേക്ക് കൊണ്ടുവന്നാൽ നിനക്ക് മോചിസത്തുണ്ട്, അമാനുഷികമായ കഴിവുണ്ട്, നീ ഞങ്ങളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനല്ല, പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം. സാലിഹ് നബി അത്ഭുതപ്പെട്ടു. എന്നാലും പടച്ച തമ്പുരാനോട് ദുആ ചെയ്തു, അമാനുഷികമായ കഴിവുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് നൽകുമല്ലോ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയുടെ ആവശ്യാനുസരണം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു ദുആ സ്വീകരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ആ പരന്നു കിടക്കുന്ന പാറയിൽ നിന്നും പൂർണ്ണ ഗർഭിണിയായ ഒട്ടകത്തെ പുറത്തു കൊണ്ടുവന്നു. പക്ഷേ അള്ളാഹു ഒരു താക്കീത് നൽകിയിരുന്നു, ഹാദിഹി നാഖത്തുല്ലാഹ്, ഹാദിഹി നാഖത്തുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്, ഫദറൂഹ, അതിനെ നിങ്ങൾ വിട്ടേക്കണം, ആരും സ്പർശിക്കാൻ പാടില്ല. തഅക്കുൽ ഫിൽ അർള്, അത് ഭൂമിയിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് മേഞ്ഞ് നടക്കും. ആവശ്യം പോലെ പാല് ആ ജനതയ്ക്ക് ആ ഒട്ടകം കൊടുത്തുകൊണ്ടിരുന്നു. ആർക്ക് വേണമെങ്കിലും കറന്നു കുടിക്കാം, പക്ഷെ വിൽക്കാൻ പാടില്ല. മറ്റൊരു നിബന്ധനയും കൂടി വെച്ചിരുന്നു, എല്ലാവർക്കും വെള്ളമെടുക്കുന്നതിന് വേണ്ടി വിശാലമായ ഒരു ജലാശയമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ജലാശയത്തിൽ നിന്നും ഒരു ദിവസം വെള്ളം കുടിക്കാൻ ഈ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിനുള്ള ആ വെള്ളം വിട്ടുകൊടുക്കണം. കാരണം അത്രയും വലിയ ഒട്ടകമായിരുന്നു. ആ അത്രയും വലിയ ഒട്ടകവും അത് ഗർഭിണിയായി പ്രസവിച്ചതിന് ശേഷമുള്ള എൻ്റെ കുട്ടിയും ഒരു ദിവസം വെള്ളം കുടിച്ചാൽ ആ ജലാശയത്തിലെ വെള്ളം തീർന്നു പോകും. അതുകൊണ്ട് അന്ന് അതിനെ ശല്യപ്പെടുത്താൻ നിങ്ങളാരും പോകരുത്. ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും വെള്ളമെടുക്കാം, ഒരു ദിവസം അതിന് വെള്ളമെടുക്കാം. ഈ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ടായിരുന്നു ആ ഒട്ടകത്തെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് പരിണിതി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തതും അയച്ചു കൊടുത്തതും. ചുരുക്കത്തിൽ അവസാനം ഒട്ടകത്തിൻ്റെ പാലൊക്കെ കറന്നു കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ പിന്നെ മാംസം കഴിച്ചാലോ അതിനേക്കാൾ ടേസ്റ്റായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരികളും ധിക്കാരികളുമായ ഗുണ്ടായിസം നാട്ടിൽ മുഴുവനും കാണിക്കുന്ന കുറേ കുഴപ്പക്കാർ ഏത് രാജ്യത്തും ലോകത്തും ഉണ്ടായിരിക്കുമല്ലോ. അവരെല്ലാം കൂടി തീരുമാനിച്ചു, ഇതിനെ അങ്ങ് അറുത്താൽ എന്താ, എന്ത് സംഭവിക്കുമെന്ന്. സാലിഹ് നബിയുടെ നിബന്ധനകളും കാര്യങ്ങളും താക്കിയതൊക്കെ അവിടെ തന്നെ കിടക്കും, നമുക്ക് അറുത്തു നോക്കാം. അങ്ങനെ ഖുദാർ എന്ന് പറയുന്ന ഉള്ളതിൽ ഏറ്റവും വലിയ ദുഷ്ടനായ മനുഷ്യൻ അതിന് തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടകത്തെ അറുത്തു എന്ന്. ഒട്ടകത്തെ അറുത്തപ്പോഴോ
സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, ശിക്ഷ വരാനെടുത്തിരിക്കുന്നു, ഞാനും എൻ്റെ അനുയായികളും പോവുകയാണ്, ശിക്ഷ വരുമ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, കാണാമെന്ന് അവരും പറഞ്ഞു. വീരവാദം മുഴക്കി. നീ വീരവാദം മുഴക്കേണ്ട സാലിഹെ, കാണാം, ഞങ്ങളെല്ലാവരും ഇതാ ഞങ്ങളുടേതായ വീടുകളിൽ സുരക്ഷിതമായി ഒളിക്കാൻ പോവുകയാണ്, ശിക്ഷ വന്നോട്ടെ. എന്ത് ചെയ്തവരെല്ലാം പാറ തുറന്ന് ഉണ്ടാക്കി ആ വീടിൻ്റെ ഉള്ളിൽ കയറി ഭദ്രമായ നിലയിൽ അവരെന്ത് ചെയ്തു? ഉറങ്ങാൻ കിടന്നു. പടച്ച തമ്പുരാൻ എന്താ ചെയ്തത്? ഫഅമ്മാ സമൂദു ഫൗഹ്ലികൂ ബിത്താഗിയ. ജലപ്രളയം അള്ളാഹുവിന് സുനാമി ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല, കൊടുങ്കാറ്റും അയക്കേണ്ട ആവശ്യം വന്നില്ല. ഫൗഹ്ലികൂ ബിത്താഗിയ, ഒറ്റ ഘോരമായ ഒരു ശബ്ദം. ആ ശബ്ദത്തോടുകൂടി, ആ ശബ്ദം ഇവരുടെ മുഴുവനും മസ്തിഷ്കത്തെയും ഹാർട്ടിനെയും ബാധിച്ചുകൊണ്ട് നിമിഷ നേരം കൊണ്ട് മയ്യത്തായി വീണു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ശബ്ദതരംഗങ്ങൾ, സമയമില്ല പറയാൻ, ഒരുപാട് പറയേണ്ട വിഷയങ്ങളാണ്, അവസാനിപ്പിക്കുകയാണ്. ശബ്ദതരംഗങ്ങൾ കൊണ്ടുള്ള ഏറ്റവും പുതിയ അത്യന്താധുനികമായ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ഈ സംവിധാനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആയുധ കമ്പനികൾ, യുദ്ധം അടിച്ചേൽപ്പിക്കുന്ന രാജ്യങ്ങൾ ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആയുധം നിർമ്മിക്കാം, ആ പുതിയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടന്നു. ഇനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് പുറത്തു വരും. അത് പുറത്തു വരണം. അത് പുറത്തു വരുമ്പോൾ മാത്രമേ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൂറിൽ ഊതും എന്നുള്ള ആ സത്യസന്ധമായ അന്ത്യദിനത്തിൻ്റെ കാഹളമുത്ത് ശാസ്ത്രീയമായിട്ടിവിടെ തെളിയിക്കപ്പെടൂ. എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ഊത്താണ് ശബ്ദം കൊണ്ടുള്ള. ശബ്ദം മുഴുവൻ ജനങ്ങളുടെയും മുഴുവൻ ജീവജാലങ്ങളുടെയും കർണപുടങ്ങളിലും ഹാർട്ടിലും മസ്തിഷ്കത്തിലുമൊക്കെ ബാധിച്ച് നിമിഷ നേരം കൊണ്ട് മരിക്കുന്ന അവസ്ഥയാണ് അതിനുള്ളത്. സഹോദരൻ, ഒരു 5 മിനിറ്റും കൂടി എനിക്ക് തരണം. കാരണം 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ശബ്ദ തരംഗങ്ങൾ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയും. ഈ ശബ്ദത്തിൻ്റെ അളവ് അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ഡെസിബിൾ യൂണിറ്റ്. ആ ഡെസിബിൾ യൂണിറ്റ് അനുസരിച്ചുകൊണ്ട് 100-ൽ താഴെ വരെയുള്ള ശബ്ദതരംഗമാണെങ്കിൽ കുഴപ്പമില്ല. 100-ൽ കൂടി ഒരു 120 ആയിക്കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ ചെകിടുകളെ വല്ലാതെ ബാധിക്കും. 140 എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചെകിടുകളെ, കാതുകൾക്ക് വേദന ഉണ്ടാക്കും. 140 കഴിഞ്ഞാൽ ഹാർട്ടിനെയും മസ്തിഷ്കത്തെയും ബാധിക്കും. പിന്നെ അതിലും കൂടി കഴിഞ്ഞാൽ മനുഷ്യൻ നിമിഷ നേരം കൊണ്ട് മരിക്കും. ഇതാണ് ശബ്ദതരംഗത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. ഇവരിലേക്ക് അയച്ചിരുന്ന ശബ്ദതരംഗങ്ങളുടെ ദൈർഘ്യം എത്രയാണെന്ന് പടച്ചു തമ്പുരാന് മാത്രം അറിയാം. കാരണം മുഴുവൻ ജനങ്ങളും ഉറങ്ങിക്കിടക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒറ്റ അട്ടഹാസം, അഥവാ ആധുനിക സയൻസ്, ആധുനിക യുഗത്തിൽ നമ്മൾ പറഞ്ഞാൽ ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മിന്നലാക്രമണം. ആ മിന്നലാക്രമണത്തോടുകൂടി സകലതും മരിച്ചു എന്നുള്ളതാണ്, എല്ലാവരും ചത്തു വീണു എന്നുള്ളതാണ്. അപ്പോൾ പടച്ച തമ്പുരാൻ്റെ ശിക്ഷയെ അതിജയിക്കാൻ വേണ്ടിയുള്ള അതിജീവനത്തിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തിയ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയാകുന്ന സമൂദിനും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നെ അസ്ഹാബുൽ മുത്തഫിഖത്ത്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത, ഫറോവയുടെ ജനത, അതിൻ്റെ എല്ലാം സംഭവങ്ങൾ അള്ളാഹു വിവരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളെ അതിജയിക്കാൻ മനുഷ്യന് ഒരിക്കലും കഴിയുകയില്ല. ഫൗക കുല്ലി തഖ്ദീരിൻ ലില്ലാഹി തഖ്ദീറും. അള്ളാഹു ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ആ തീരുമാനങ്ങളെ അതിജയിക്കാൻ മനുഷ്യന് കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്രയേറെ അത്യന്താധുനികമായ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമുള്ള ഈ പുതിയ ലോകത്ത് നിമിഷ നേരം കൊണ്ട് ഒരു ഭൂമി, ഒരു ഗ്രാമം, ഒരു പട്ടണം മുഴുവനും തുടച്ചു നീക്കിക്കൊണ്ട് അവിടെ ഇന്നലെ ജനത താമസിച്ചിട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ കൺമുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അതെല്ലാവർക്കും ഗുണപാഠം ആകാൻ കൂടി വേണ്ടിയാണ്. അവിടെയുള്ള ആൾക്കാർ മുഴുവനും പാപികളും ദോഷികളുമായതുകൊണ്ടല്ല, നേരെ മറിച്ച് അവിടെയുള്ള ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണം ഏർപ്പെടുത്തി മറ്റുള്ളവർക്ക് പാഠമാകുന്നതിന് വേണ്ടിയാണ്. ഇദാ അൻസലല്ലാഹു അദാബൻ അസാബൽ അദാബു മൻ കാന ഫീഹിം. അള്ളാഹു ഒരു നാട്ടിൽ ഒരു പരക്ക ശിക്ഷ ഇറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷ എല്ലാവർക്കും ബാധകമാണ്. അത് പള്ളിയുടെ അകത്തിരിക്കുന്ന മുസ്ലിയാർക്കും ഉസ്താദിനും മുതാലിമീങ്ങൾക്കും ഒക്കെ ബാധിക്കും. അതാണ് അവിടുത്തെ ഷിഹാബ് ഫൈസി ഉൾപ്പെടെ തലേ ദിവസം രാത്രിയും ജനങ്ങൾക്കെല്ലാം മുന്നറിയിപ്പ് നൽകിയതാണ്. നിങ്ങളെല്ലാം ഇസ്തിഗ്ഫാർ ചൊല്ലണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, തൗബ ചെയ്യണം.
പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു കഴിയണം. ശക്തമായ മഴയാണ്, മഴ കനക്കാൻ സാധ്യതയുണ്ട്, മുന്നറിയിപ്പ് നൽകിയ പ്രദേശം പശ്ചിമഘട്ടത്തിൻ്റെ ലോല പ്രദേശമാണിത് എന്നൊക്കെ പറഞ്ഞ ബഹുമാനപ്പെട്ട ആ ഷിഹാബ് ഫൈസി അദ്ദേഹം രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ മയ്യത്തും ചാലിയാർപ്പുഴയിൽ ഒഴുകിയെത്തി എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹീദിൻ്റെ കൂലി കൊടുക്കട്ടെ. അവിടെ എല്ലാവർക്കും ഈ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ബാധകമാണ്. സുമ്മ ബുഅ്സു അലാ അഅ്മാലിഹിം. പിന്നെ ഒരു പരലോകമുണ്ട്. അങ്ങനെ പരലോകമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് എന്ത് ചെയ്യൂ, സമാധാനം കിട്ടും. ആ പരലോകത്ത് നല്ല ആൾക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് പ്രതിഫലം നൽകിക്കൊണ്ട് നിത്യവാസ കേന്ദ്രമാകുന്ന സ്വർഗത്തിൽ അവരെ പാർപ്പിക്കും. അതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രളയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം അതിജീവനത്തിൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടവരാണ് എന്നാരും അഹങ്കരിക്കരുത്. എവിടെയും എപ്പോഴും എന്തും സംഭവിക്കാം. അതിജീവനത്തിൻ്റെ മാർഗങ്ങൾ ഓരോന്നും പുതുതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ സംവിധാനങ്ങൾ പടച്ചു തമ്പുരാൻ അതിനേക്കാൾ മികവുറ്റതുണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ദുരന്തങ്ങളിൽ അകപ്പെട്ട് 300-ലധികം മനുഷ്യർ മരിച്ചിനി എത്ര പേര് മണ്ണിനടിയിൽ കിടപ്പുണ്ടെന്ന് ആർക്കും അറിയില്ല. അള്ളാഹു ആ മരണപ്പെട്ടവർക്കെല്ലാം നാളെ അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഉയർന്ന സ്ഥാനങ്ങൾ നൽകി ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ പ്രയാസവും ദുരിതവും അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് വല്ലാതെ പ്രയാസപ്പെട്ട് അവിടെയുള്ള ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ കൂലി നൽകുമാറാകട്ടെ. അവിടെ സഹായഹസ്തങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കും അല്ലാഹു അർഹമായ കൂലി നൽകുമാറാകട്ടെ.